ബാംഗ്ലൂരിൽ ടാക്സി ഡ്രൈവറായിട്ട് വരാൻ നിൽക്കണം നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടുള്ളൂ. ഊബർ, ഓല, റാപ്പിഡ് ഏതും ആയിക്കോട്ടെ, റെന്റിന് കൊടുക്കുന്ന ഒരുപാട് ഫ്ലീറ്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കമ്പനി MFS, മൗണ്ടൈൻ ഫ്ലീറ്റ് സർവീസ്. ഇവരെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും വലിച്ചു വാരി എല്ലാ ഡ്രൈവർമാരും ഇവരെടുക്കൂല. സെലക്റ്റഡ് പേഴ്സൺസിനെ മാത്രമേ എടുക്കുള്ളൂ. അതിൻ്റെതായ ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. ഡ്രൈവർമാർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് MFS. കാരണം അതിലെ ഡയറക്റ്റ് വണ്ടി എന്ന് പറയുന്നത് വാഗണർ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷെ അവരുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡ്രൈവർമാർക്ക് ഫുൾ സേഫ്റ്റി ആയിട്ടുള്ള വണ്ടിയാണ് കൊടുക്കുന്നത്. 6 എയർ ബാഗ്, ലെതർ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സൈഡ് വൈസർ എല്ലാം ഉൾക്കൊള്ളിച്ച് ഫോഗ് ലാമ്പ് എല്ലാ രീതിയിലും ഫുൾ ഓപ്ഷൻ ആക്കിയിട്ടാണ് ബാംഗ്ലൂരിൽ ഒരു ഫ്ലീറ്റും ഫുൾ ഓപ്ഷൻ വണ്ടി റെന്റിന് കൊടുക്കുന്നില്ല. പിന്നെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് സോണിയുടെ മ്യൂസിക് സിസ്റ്റം ആണ് അവർ കൊടുക്കുന്നത്. 4 സ്പീക്കർ. മൗണ്ടൈൻ ഫ്ലീറ്റ് സർവീസിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവര് ഡയറക്റ്റ് വണ്ടി അവരുടേത് ആദ്യം തന്നെ നമുക്ക് തരൂല. അവർ PMVന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് തരും. നമ്മളൊന്ന് റണ്ണിങ് ആയി ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ന്യൂ വാഹനം, പുതിയ വാഹനം അവർ നമുക്ക് തരും. അത് 0 കിലോമീറ്റർ പക്ക സർവീസ് ആയിരിക്കും. എല്ലാ സപ്പോർട്ടും അക്കൗണ്ട്സിലാണെന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും നമ്മളെ മലയാളികൾ തന്നെയാണ് അത് അറ്റൻഡ് ചെയ്യണതും. മെയിൻ ഹെഡ് മലയാളിയല്ല, ഇവിടുത്തെ ആൾ തന്നെയാണ്. അക്കൗണ്ട്സിൽ മലയാളിയാണ്. ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്നവർ മലയാളീസാണ്. അതുകൊണ്ട് നമുക്കൊരു ചൊറല്ല, ഒരു ടെൻഷനില്ല. MFSന്റെ ലൊക്കേഷൻ വരുന്നത് ബഗൂർ കുപ്പ റോഡ്, നിയറസ്റ്റ് CNG സ്റ്റേഷൻ, എലനഹല്ലി, ചിക്കകമ്മനഹല്ലി. MFSന്റെ യാർഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാം പുതിയ വണ്ടികളാണ്. 0 കിലോമീറ്റർ, 6 എയർ ബാഗ്, ലെതർ സീറ്റ് കവർ, സൈഡ് വൈസർ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, സ്റ്റീരിയോ, സോണിൻ്റെ സ്റ്റീരിയോ, 4 സ്പീക്കർ. ഫസ്റ്റ് 1000 കിലോമീറ്ററിലും സെക്കൻഡ് 5000 കിലോമീറ്ററിലും പിന്നെയുള്ള എല്ലാ 10000 കിലോമീറ്ററിലുമാണ് സർവീസ് വരുന്നത്. നമ്മൾ യാർഡിൽ പോയിട്ട് വണ്ടി എടുക്കുക, നേരെ സർവീസ് സെൻറ്ററിൽ പോവുക, ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ എന്നിവ ഫിറ്റ് ചെയ്യുക. ലെതർ സീറ്റ് കവർ ആയിരിക്കും. ഫിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ നമുക്ക് ഓടാം. പിന്നെ രണ്ടാമത്തെ കമ്പനി ബാംഗ്ലൂരിൽ ആദ്യം മുതലുള്ള കമ്പനിയായിട്ട് കേൾക്കുന്ന ഒരു കമ്പനിയാണ് എവറസ്റ്റ് ഫ്ലീറ്റ്. ഇടയ്ക്ക് വെച്ച് അവരൊന്ന് അടിയിൽ പോയെങ്കിലും ഇപ്പോ ഒന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം പഴയ വണ്ടികൾ, പഴയ വാഗണർ മാത്രം ഉരുട്ടി കൊണ്ടുനടന്നിരുന്നു അവര്. സർവീസ് കുറച്ച് മോശമായി വന്നു. അതിലൊന്ന് കമ്പനി ഒന്ന് അടിയിൽ പോയി. ഇപ്പൊ പുതിയ വണ്ടികൾ ഇറക്കുന്നുണ്ട്, ഒന്നും കൂടി മെച്ചത്തിൽ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കമ്പനിയാണ് PMV, പോപ്പുലർ മോട്ടോർ വെഞ്ചേഴ്സ്. ഈ കമ്പനിയാണ് ഇപ്പോൾ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വണ്ടിയുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നതും PMVയിലാണ്. അവിടെ വാഗണർ ഉണ്ട്, എക്സ്പ്രസോ ഉണ്ട്, ഊബർ ബ്ലാക്ക് എന്ന രീതിയിൽ ഓടുന്ന ഹൈ റൈഡർ, ടൊയോട്ടയുടെ ഹൈ റൈഡർ, അത് സാലറി ബേസ്ഡ് ആണ് അവിടെ ഓടുന്നത്. PMVയിലാവുമ്പോൾ 10,000 സർവീസിന് നമ്മൾ അവിടെ കറക്റ്റ് എത്തിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PMVന്റെ അകത്ത് തന്നെ, കമ്പനിയുടെ അകത്ത് തന്നെ സർവീസിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. നാലാമത്തെ ഒരു കമ്പനിയാണ് ഹാക്കി ഫ്ലീറ്റ്. ഇതൊരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്, സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയാം. ബട്ട് നല്ല സപ്പോർട്ടാണ് അവര്. ഡ്രൈവേഴ്സിനാണെന്നുണ്ടെങ്കിലും പക്ക സർവീസ്, പുതിയ വണ്ടികളായിരിക്കും, പുതിയ വാഗണറുകൾ. പഴയ വാഗണർ ഇല്ല. സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ പുതിയ വണ്ടികളാണ്. ഇവരിവിടെ നോക്കുന്നത് എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് നമുക്ക് വണ്ടി തരിക. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ബാംഗ്ലൂരിൽ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ അതിനുള്ള പ്രൂഫ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് കുറഞ്ഞ എമൗണ്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകുന്ന രീതിക്ക് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഫുള്ള് വണ്ടി.
പക്ഷെ അഡ്വാൻസ് കൊടുത്തിട്ട് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ കമ്പനികളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അതില് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് വാങ്ങുന്നത് ഹാക്കി ഫ്ലീറ്റ് ആണ്. അതെന്താ വെച്ചാല് വിശ്വാസത്തിന്റെ പുറത്താണ്. ബാംഗ്ലൂരിൽ ഓടിച്ചവരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അഡ്വാൻസ് കൊടുത്താൽ മതിയാവും. രണ്ടാമത്തത് വരുന്നത് PMV ആണ്. അവര് സിംഗിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപയും ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപയാണ് അഡ്വാൻസ് വരുന്നത്. പിന്നെ വരുന്നത് മൗണ്ടൻ ഫ്ലീറ്റ് സർവീസ്. അവരുടെ അഡ്വാൻസ് ആണ് ഏറ്റവും കുറവായിട്ട് അഡ്വാൻസ് വാങ്ങുന്നത്. കാരണം സിംഗിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ 8,000 രൂപയും ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ 5,000 രൂപ വെച്ച് 2 പേർക്കും കൂടി 10,000 രൂപയും കൂടിയാണ് വാങ്ങുന്നത്. ഇത് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ കയറുകയാണെങ്കിൽ വിശ്വസിച്ച് തന്നെ കയറാം. അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനികളാണ്. പിന്നെ അഡ്വാൻസ് ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് കയറേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ മലയാളീസ് നടത്തുന്നുണ്ട്. മലയാളീസ് നടത്തുന്നത് വെച്ചാല് ഈ പറഞ്ഞ കമ്പനികളിൽ നിന്നൊക്കെ ഇപ്പൊ ഞാൻ അതിലൊരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് വണ്ടി എടുത്തിട്ട് വേറെ മലയാളികൾക്ക് എനിക്ക് റെന്റിന് കൊടുക്കാം. അങ്ങനെ നടത്തുന്നവർക്ക് അഡ്വാൻസ് ആദ്യം കൊടുക്കണ്ട. അഡ്വാൻസ് ആദ്യം കൊടുക്കും വേണ്ട. ഡെയിലി കണക്ക് ക്ലോസ് ചെയ്യും. റെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അഡ്വാൻസ് പേയ്മെന്റ് ഡെയിലി കട്ട് ചെയ്യും. ഒരു 125 രൂപ 100 രൂപ ആ ഒരു റേഞ്ചിൽ 5,000 രൂപയോളമുള്ള അഡ്വാൻസ് അവിടെ വരിക. 5,000 അല്ലെങ്കിൽ 6,000. അത് ഡെയിലി കട്ട് ചെയ്യുന്ന രീതിക്കാണ്. 3 മാസം ഈ കമ്പനികളിലൊക്കെ 3 മാസം വർക്ക് ചെയ്താലേ അഡ്വാൻസ് കൊടുക്കുന്ന പേയ്മെന്റ് റിട്ടേൺ കിട്ടുകയുള്ളൂ. ബാംഗ്ലൂരിൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുതരാം. ബാംഗ്ലൂരിൽ നിങ്ങൾ ആദ്യം തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് കയറരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് അപാര ട്രാഫിക്കാണ്. അതിൽ നിന്ന് ഓടി ഉണ്ടാക്കുന്ന വേണം. എല്ലാ ഡ്രൈവർമാരും ഇവിടെ നിന്ന് പോണമെന്നില്ല. അപ്പൊ തൽക്കാലം അഡ്വാൻസ് ഒന്നും കൊടുക്കാതെ 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നടത്തുന്ന മലയാളീസിന്റെ കീഴിൽ കയറുക. എന്നിട്ട് അവിടെ 1-2 മാസം നിന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നേരെ കമ്പനിയിൽ പോവുക, അഡ്വാൻസ് കൊടുക്കുക, നേരെ അവിടുന്ന് വണ്ടി എടുത്താ ഓടുക. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ വണ്ടി ഇറക്കിയാണ്ട് ഓടാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്കാണ്. പക്ഷെ കർണാടക വണ്ടി ആയിരിക്കണം, മഞ്ഞ ബോർഡും വേണം. ചില കസ്റ്റമറൊക്കെ വിളിച്ചിട്ട് എന്നെ ചോദിക്കണ്ടേ മഞ്ഞ ബോർഡ് വേണ്ടേ. മഞ്ഞ ബോർഡ് ഇല്ലാത്ത ഒരു വണ്ടി ഇവിടെ ടാക്സി ഓടാൻ പറ്റൂല. ഊബർ ആയാലും ഓല ആയാലും റാപ്പിഡ് ആയാലും. ഇതിലേതെങ്കിലും കമ്പനിയിൽ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചോളി. ഞാൻ അവരുടെ ഏത് കമ്പനിയിലെ നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ നമ്പറും അവരുടെ റെന്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കയറുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചോളി. അല്ലാത്തവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ ഇടുന്നതായിരിക്കും.